എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് തോമസ് സ്റ്റീവൻ. ഞാൻ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കോയിൾ എന്ന സ്ഥലത്ത് താമസിക്കുന്നു. എൻ്റെ പ്രവാസ ജീവിതം ഏതാണ്ട് ഒരു 38 വർഷത്തോളം ഞാൻ ബഹ്റിനിലായിരുന്നു ജോലി. ഞാൻ പ്രവാസിയാവാനുള്ള ചരിത്രം, ഞാനിവിടെ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. എൻ്റെ സഹപ്രവർത്തകരായ 2 പേര് ഒരു അപകടത്തിൽ ഒരു ദിവസം ഒരു കൊടുങ്കാറ്റിലകപ്പെട്ട് മരിച്ചു. അന്നാണ് ഞാൻ ഈ നാടോട് യാത്ര പറഞ്ഞിട്ട് ഭിലായി എന്ന സ്ഥലത്തേക്ക് പോയി. ഭിലായിൽ എൻ്റെ അങ്കിളുണ്ടായിരുന്നു. അങ്കിളാണ് ഇവിടുന്ന് എന്നെ കൊണ്ടുപോകുന്നത്. അങ്കിളിൻ്റെ വീട്ടിൽ ഒരു വർഷത്തോളം അവിടെ നിന്ന് കുറച്ച് ജോലിയൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ ബോംബെയിൽ വന്ന് ബോംബെയിൽ 7 രൂപ ജോലിക്ക്, അന്നത്തെ കാലത്ത് 7 രൂപ ജോലിക്ക് വേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങി. ഹെൽപ്പറായിട്ട് ആദ്യം 3 രൂപ, രണ്ടാമത് ബിൽഡറായിട്ട് ജോലി ചെയ്യുന്നത് 7 രൂപ കിട്ടി. അങ്ങനെ ബോംബെയിൽ ഞാൻ ഒരു 3 വർഷത്തോളം അവിടെ ജോലി ചെയ്ത് അതിനുശേഷം ഞാൻ പല കൂട്ടുകാരും ഗൾഫിലേക്ക് പോയി തിരിച്ചു വരുന്നത് കണ്ട് അവർ എന്നോട് പറഞ്ഞതുപോലെ ഗൾഫിലേക്ക് പോകണമെന്നും, അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് 1977 ഗൾഫിലേക്ക് യാത്ര തിരിച്ചു. ഞാൻ ബഹ്റിനിൽ എത്തിയതിന് ശേഷം അവിടെ അടുത്ത് തന്നെ ആയിരുന്നു പള്ളി. ആ പള്ളിയിൽ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ചകളിലും വൈകിട്ടാണ് ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം പള്ളിയിൽ പോകും. എല്ലാ ദിവസവും കൂടുമായിരുന്നു. അതിനുശേഷം താമസം ഞങ്ങളുടെ പള്ളിയുടെ അടുത്തുനിന്ന് വളരെ ദൂരേക്ക് മാറ്റി, ഗസറ്റിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ അവിടുന്ന് എല്ലാ ആഴ്ചയും ഞായറാഴ്ച നാളിൽ വൈകിട്ട് 7 മണിയുടെ മാസിന് ഈ പള്ളിയിൽ വരുമായിരുന്നു. അന്ന് തൊട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവം കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. അന്നത്തെ കാലങ്ങളിൽ ഭയങ്കരമായ തണുപ്പും ചൂട് തുടങ്ങുന്ന സമയത്തുണ്ട് ശരീരത്തിൻ്റെ തൊലികളെല്ലാം ഇളകി പോകാറുണ്ട്. പുറത്ത് ഒരു ചൂടിന് ഒരു 3 പ്രാവശ്യമെങ്കിലും തൊലി ഇളകും. അല്ല, തണുപ്പ് സമയം അത് തന്നെ, ചെറി പൊട്ടുക, കാല് പൊട്ടുക, ഭയങ്കര അസഹ്യമായ കാലാവസ്ഥയായിരുന്നു. ഏതാണ്ട് 77, ഏതാണ്ട് 85, 90 വരെയൊക്കെയുള്ള സമയങ്ങളിൽ കാലാവസ്ഥ ഭയങ്കരമായ തണുപ്പും അതുപോലെ ചൂടുമായിരുന്നു. അങ്ങനെ ആയിരുന്നു അന്നത്തെ ആ ജീവിതം. ആ സമയങ്ങളിലാണ്ട് ഗൾഫിലെത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ട് സഹോദരി പ്രായമായി നിൽക്കുകയായിരുന്നു. സഹോദരിയുടെ വിവാഹം നടത്തണം. അങ്ങനെ അന്നത്തെ ശമ്പളമൊക്കെ ആണെങ്കിൽ, അന്ന് ഇന്ത്യൻ മണിയാണെങ്കിൽ ഒരു 700 രൂപയാണ് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് 2 വർഷം കഴിയുമ്പോഴാണ് 2 വർഷത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു. ആ 2 വർഷവും കഴിയുമ്പോൾ ലീവ് കിട്ടും, നാട്ടിൽ വരാം. ആ 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ലീവിന് നാട്ടിൽ വന്നില്ല. ആ ലീവ് സാലറിയും ടിക്കറ്റിൻ്റെ പൈസയും വാങ്ങി ആദ്യ സമയങ്ങളിലുണ്ട് ഈ കാറ്റ് ഭയങ്കരമായ കാറ്റാണ് അവിടെ തണുപ്പ് സമയത്ത് ആഹാരം കഴിക്കാൻ ഞങ്ങൾ ഗസറ്റ് സൈറ്റിലൊന്നും ഒരു ഷെഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു പിടി ചോറ് വാരിയിട്ട് അത് അടച്ചു വെക്കും, എന്നിട്ടുണ്ട് ഷർട്ടിൻ്റെ കിഴി വെച്ചിട്ട് ഓരോ പിടിയും തിന്നും, വീണ്ടും അടയ്ക്കും. അങ്ങനെ ആയിരുന്നു അന്നത്തെ ആ രീതി. ഇന്നാണെങ്കിൽ ഒരുപാട് ആ രീതിയിൽ നിന്നൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് അവിടെ ഗൾഫ് രാജ്യങ്ങളെല്ലാം. ഞാൻ കണ്ടിന്യൂ ആയിട്ട് 4 വർഷം അവിടെ നിന്നതിന് ശേഷമാണ് എൻ്റെ സഹോദരിയുടെ വിവാഹം നടക്കുന്നത്. സഹോദരിയെ വിവാഹം ചെയ്ത് വിട്ട് അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഞാനും വിവാഹം ചെയ്തു. ഏതാണ്ട് 1983 ഞാൻ വിവാഹം ചെയ്തിരുന്നത്. സഹോദരി ഏതാണ്ട് 81 വിവാഹം ചെയ്ത് വിട്ട്. എനിക്ക് 2 മക്കളുണ്ട്. ഒരു മകളാണ് മൂത്തത്, മകളും ഒരു മകനും. ഇന്ന് അവർ പഠിച്ചതിന് ശേഷം മോളിൽ നിന്നുകൊണ്ട് ഫാർമസിക്ക് കോഴ്സില്ല, ഇന്നിപ്പം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയായി. മോൻ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്. കുടുംബജീവിതത്തിനകത്തുകൊണ്ട് പ്രാർത്ഥനയായിരുന്നു ഈ ജീവിതത്തിലെ ഏറ്റവും വലുത്. ഇപ്പോഴും ദൈവത്തോടടുത്ത് നിൽക്കുക, ദൈവത്തോട് എല്ലാ ദിവസവും പ്രാർത്ഥനയിലായാലും പള്ളിയിൽ പോക്കിലായാലും മുടക്കത്തില്ലായിരുന്നു ജീവിതത്തിൽ. എപ്പോഴും ദൈവത്തോട് അടുക്കുക, അതായിരുന്നു ലക്ഷ്യം. അതുപോലെ തന്നെ കൊന്ത പഠിക്കുക, എല്ലാ ദിവസവും കൊന്ത പഠിക്കുമായിരുന്നു. യാത്രകളിൽ എപ്പോഴും ഒരു 10 മണി ജപം
നമ്മുടെ ഈ കൊന്ത കയ്യിലുണ്ടാവും. പോകുമ്പോൾ സമയങ്ങളെല്ലാം കൊന്ത പിടിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ കർണക്കൊന്തകളും. അതിൻ്റെ ദൈവത്തിൻ്റെ ആശ്രയം കൊണ്ടാണ് ഞാൻ എന്നും മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ എന്നേ കടന്നു പോകേണ്ടതായിരുന്നു ഞാൻ ഈ ലോകത്ത്. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു സംഭവം, ഞാൻ കപ്പലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജോലി ചെയ്തേണ്ട സമയത്തുണ്ട് കൂട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു, സഹപ്രവർത്തകരെല്ലാം. അവിടുന്ന് ഞാൻ കരയിലോട്ടൊന്ന് ചാടി, കരയോട്ടിറങ്ങാൻ വേണ്ടി കരയിലേക്ക് ചാടിയതാണ്. ചാട്ടം ഞാൻ കര വീണില്ല, വെള്ളത്തിലേക്ക് വീണ് ഞാൻ താഴോട്ട് പോയി. ഏതാണ്ട് 10-40 അടി വെള്ളം ഉള്ള ഒരു സ്ഥലമാണ്. ഏതാണ്ട് എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല, ഞാൻ മലന്ന് തന്നെയാണ് പോകുന്നത്, വീണത്. അങ്ങനെ തന്നെ വെള്ളത്തിനടിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് ഞാൻ വെള്ളത്തിൽ ചെന്ന് തട്ടി. അപ്പോഴാണ് എനിക്ക് സ്വയം വീഴുന്നത്. പെട്ടെന്ന് ഞാൻ ഉടനെ തിരിഞ്ഞതിന് ശേഷം ഞാൻ മുകളിലോട്ട് വരികയാണ്. മുകളിലോട്ട് വരുമ്പോൾ 2 കപ്പലുകൾ ഒരുമിച്ച് കിടക്കുകയാണ്. ഏതിൻ്റെയെങ്കിലും മുകളിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ തീർന്ന്, അതോടുകൂടി എൻ്റെ ജീവിതം തീർന്നു കഴിയും. അപ്പോൾ ഞാൻ ദൈവത്തെ വിളിച്ചു കരഞ്ഞു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2ൻ്റെ ഇടഭാഗത്ത് വന്ന് ഞാൻ പൊങ്ങി. അങ്ങനെ ആ ഭയം ഇന്നും ഈ സമയത്തും ഇപ്പോഴും മാറിയിട്ടില്ല. എങ്കിൽ തന്നെയും കാലും കൈയും സ്തംഭിച്ച പോലായി. വെള്ളത്തിൻ്റെ മുകളിൽ വരുന്ന സമയത്തുണ്ട്. മുകളിലോട്ട് കയറാൻ കൂട്ടുകാർക്ക് പിടിക്കാനോ അല്ലെങ്കിൽ എന്നെ പിടിച്ചു കയറ്റാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. ദൈവകൃപയാൽ എന്തായാലും കരകയറി പള്ളിയിൽ പോയി അച്ഛനെ കണ്ട് തലയ്ക്ക് പിടിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുറച്ചൊക്കെ മാറിക്കിട്ടി. അതിനുശേഷം ആ കാര്യം ഓർക്കുമ്പോൾ ഇന്നും ഞെട്ടലാണ്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജോലിക്കിടയിൽ വെള്ളിയാഴ്ച നല്ല ഗൾഫിൽ അവധിയാണ്. വ്യാഴാഴ്ച ജോലിയെല്ലാം നിർത്തി എല്ലാ സാധനങ്ങളും പറക്കി വെക്കുന്ന ഒരു ശീലമുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ വ്യാഴാഴ്ച നല്ല ഒരു 5 മണിയായ സമയത്തുണ്ട് ഞങ്ങളുടെ ക്രെയിൻ്റെ വലിയ ക്രെയിനുണ്ട്, ടവർ ക്രെയിനല്ല, വലിയ ക്രെയിൻ, മൂവിങ് ക്രെയിനാണ്. ആ ക്രെയിനിൻ്റെ ബൂം താഴോട്ട് വെക്കാനായിട്ട് ഒരുങ്ങിക്കുന്ന സമയത്തുണ്ട് ഞങ്ങൾ കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് ക്രെയിനിൻ്റെ ബൂം ടക്ക എന്നൊരു ശബ്ദം കേട്ടതിന് ശേഷം നോക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ ആ ബൂമിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. ആർക്കും ഒന്നും പിടികിട്ടില്ല. ആദ്യം ആളിനെ വിളിക്കുന്നിട്ടും അനക്കമില്ല. നോക്കിയപ്പോൾ ആൾ അതിനടിയിലാണെന്ന് മനസ്സിലായി. ഓടിച്ചെന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂടി അദ്ദേഹത്തെ എടുക്കാൻ നോക്കുമ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. ഫോർക്ക് ലിഫ്റ്റ് എന്ന സാധനം കൊണ്ടുവന്ന് ഈ ബൂം പൊക്കിയതിന് ശേഷം ആളിനെ ഞങ്ങൾ പൊക്കിയെടുത്തു. നോക്കുമ്പോൾ പുള്ളിയുടെ വലത് കൈയും വലത് കാലും ഒടിഞ്ഞ് തലച്ചോറ് പുറത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. ആ സമയത്ത് ഞങ്ങളെല്ലാം കൂടെ പൊക്കിയെടുത്ത് പുള്ളിയെ അവിടുത്തെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അദ്ദേഹത്തെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം കൊണ്ട് ഡോക്ടറോട് പറഞ്ഞു ഞാനതിന്. ആ ഡോക്ടർ നമ്മളോട് പറഞ്ഞാൽ പുള്ളിയെ ഒന്നും പഠിപ്പിക്കേണ്ട, കൊണ്ട് പുറത്ത് പോകാൻ പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് സെക്രട്ടറിയെ വിളിച്ചതിന് ശേഷം ഞങ്ങളെല്ലാം പുറത്താക്കി. ഞങ്ങൾ ആ രാത്രി മൊത്തം അദ്ദേഹത്തെ അവിടെ കാത്തിരുന്നു. പിറ്റേ ദിവസമായി അദ്ദേഹത്തിന് ഓർമ്മയൊന്നും വീണില്ല. മാസങ്ങളോളം വർഷങ്ങളോളം അതേ ഹോസ്പിറ്റലിൽ അതേ മനുഷ്യൻ കിടന്നതിന് ശേഷം ലാസ്റ്റ് ദൈവകൃപയാൽ ആ മനുഷ്യന് ഒരു അസുഖമില്ലാതെ 1.5 വർഷം ആ ഹോസ്പിറ്റലിൽ കിടന്നതിന് ശേഷം നല്ല സുഖത്തോടു കൂടി പുള്ളിയെ റീചാർജ് ചെയ്യുകയും അദ്ദേഹം നാട്ടിൽ പോയി സുഖമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. പുള്ളിയുടെ പേര് ജേക്കബ് എന്നാണ്. പുള്ളിക്ക് ആക്സിഡൻ്റ് ഒരു സമയത്തുണ്ട് പുള്ളിയുടെ തലഭാവം പൊക്കിയെടുത്തത് ഞാനായിരുന്നു. അതുകൊണ്ട് ആ സമയം തന്നെ ദൈവമേ ഈ മനുഷ്യനെ രക്ഷപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒരേ സ്വരത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തന്നെ അത് നമ്മൾ കാത്തിരുന്നതിന് ശേഷം ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ച് പള്ളിയിൽ പോയി ദൈവത്തോട് തന്നെ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ മനുഷ്യൻ വർഷങ്ങൾക്ക് ശേഷമാണ് 1.5 വർഷത്തോളം ഏതാണ്ട് ഹോസ്പിറ്റലിൽ കിടന്നത്. ആ ഹോസ്പിറ്റലിൻ്റെ റെക്കോർഡാണ് അദ്ദേഹത്തിന്. എന്തെങ്കിലും ഇപ്പം പരിപൂർണ്ണ സുഖമാണ്, എല്ലാ സൗഭാഗ്യത്തോടും പുള്ളി ജീവിക്കുന്നു. ആ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രവാസ ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ ദൈവത്തോട് എടുക്കാൻ സാധിച്ചത്. മറ്റൊരു ചിന്തയില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ ജീവിത രീതിയിൽ നമ്മൾ ടൈം പാസിന് വേണ്ടി ചില ആൾക്കാർ കള്ളുകൂടി, ചിലർ ചീട്ടുകളി, മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടും. ഞാൻ എൻ്റെ രീതിയാണെങ്കിൽ ഞാൻ ആ സമയങ്ങളിൽ പള്ളിയിലേക്കായിരുന്നു പോകുന്നത്. ദൈവത്തെ കാണാൻ വേണ്ടി പള്ളിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കും, കൂട്ടുകാരെ കാണും, അവിടുന്ന് തിരിച്ചു പോരും. അതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ദൈവികമായി അടുക്കാനും കിട്ടിയ ഒരു സന്ദർഭം. പ്രാവാസി ജീവിതമായിരുന്നു. അതിനുശേഷം ഇന്നും അതേ ജീവിതം തന്നെ തുടരുന്നു. ദൈവാനുഗ്രഹത്താൽ
ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ഇപ്പോഴും മുന്നോട്ട് ഓടുന്നു. ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്തുണ്ട്, ഞാൻ കടലിലെ ഫയലിംഗ് എന്നുള്ള സെക്ഷനിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ മുതലാളി നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം നമുക്ക് വേണ്ടിയോട് പറഞ്ഞിട്ടുണ്ട്, ഓരോ ഫയലിങ്ങിനും വേണ്ടിയും നമുക്ക് ഇത്ര കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോണസ് ഐറ്റം പോലെ തന്നെ ഒരു ഫയൽ ചെയ്യുമ്പോൾ എന്നോട് അന്ന് പറഞ്ഞിരുന്ന ഒരു ഫയലിൻ്റെ പുറത്ത് എനിക്ക് 25 രൂപ ഇല്ല 25 ദിനാർ അവിടുത്തെ അങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ ഒരിടത്ത് പോയി ഒരു 600-650 പൈപ്പോളം ഫയൽ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ എനിക്ക് തന്നത് മൊത്തം കിട്ടിയത് 25 ദിനാറാണ്. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് വേണ്ടി ഇടയ്ക്ക് നിന്ന് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ചീഫ് അക്കൗണ്ടായിരുന്ന മാത്യു എന്ന് പറഞ്ഞ ഒരു സാറാണ്. പുള്ളിക്കാരന് തിരുവല്ലക്കാരനാണ്, മലയാളിയാണ്. അദ്ദേഹത്തിന് എന്നോടുള്ള വ്യക്തിപര വൈരാഗ്യം, പുള്ളി വരുന്ന സമയത്തുണ്ട് ഞാൻ പുള്ളി അത്ര കെയർ ചെയ്യാറില്ലായിരുന്നു. പുള്ളിയെ സാറേന്നും വിളിച്ച് പുള്ളിയുടെ പുറമെ നടക്കുകയില്ലായിരുന്നു. ആ ഒരു രീതി വെച്ചിട്ട് പുള്ളി നമ്മൾക്ക് വേണ്ടി എവിടെല്ലാം പാര പണിയാമോ അവിടെല്ലാം പുള്ളി പണിഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവം തമ്പുരാൻ ഒരിക്കലും എന്നെ കൈവിട്ടിട്ടില്ല. ഈ കാലയളവിൽ ഞങ്ങളുടെ മുതലാളിക്ക് എന്നോട് വലിയ സ്നേഹമാണ്. ഞങ്ങളുടെ സെക്ഷനകത്ത് തന്നെ അന്ന് എൻ്റെ പേരിലുള്ളൊരു 12 പേര് അന്ന് ഉണ്ടായിരുന്നു. എന്നെ പ്രത്യേകമായിട്ട് അറിയപ്പെടുന്ന തടിയൻ തോമസ് എന്നുള്ള അറിയാം. എനിക്ക് ശലം തടിയുള്ളതുകൊണ്ട് പുള്ളിയും തടിയൻ തോമസ് എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരൻ ആരുടെ കാര്യം എന്ത് പറഞ്ഞാലും മുതലാളി ഫോട്ടോ ചോദിക്കും. ഫോട്ടോ കണ്ടെങ്കിൽ മാത്രമേ മുതലാളി എഗ്രി ചെയ്യത്തുള്ളൂ. അങ്ങനെ എൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് പോലും മറ്റൊരാൾക്കാർക്കൊക്കെ കാശ് ഇതേയാക്കി മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇൻക്രിമെൻ്റായിട്ട്. നമ്മളെ ആ സമയങ്ങളിലെല്ലാം കൊണ്ട് മുതലാളിക്ക് എന്നോട് വലിയ കാര്യമാണ്. എന്നെ വിളിച്ചിട്ട് ഒരിക്കലും നിനക്ക് കിട്ടിയിടാന്ന് ചോദിക്കും. ഞാൻ പറയും എനിക്കൊന്നും കിട്ടിയില്ലെന്ന് പറയും. എന്നെ വിളിച്ചുകൊണ്ട് പോകും. വിളിച്ചുകൊണ്ട് ചെന്ന് അടുത്ത അക്കൗണ്ടൻ്റെ ഇതെന്ന് പറയും, അവന് കൊടുക്കാൻ പറയും. ആ രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ദൈവാനുഗ്രഹത്താൽ. ഒരു സ്ഥലം എല്ലായിടത്തും ആരൊക്കെ എവിടെല്ലാം എന്തെല്ലാം ചെയ്താലും ദൈവം എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ആ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞങ്ങളുടെ പള്ളിയുടെ തൊട്ട് തെക്കേശം ഒരു വീട് വിട്ട് രണ്ടാമത്തെ വീടിനിടയ്ക്കായിരുന്നു താമസം. കൊച്ചു പ്രായത്തിൽ തന്നെ ഏതാണ്ട് 60 ഒരു 5 വയസ്സിൽ ഉള്ളവരും അതിന് മുമ്പ് തന്നെ അമ്മയുടെ കൂടെ എല്ലാ ദിവസവും പള്ളിയിൽ വരുമായിരുന്നു. ഞങ്ങൾ 4 മക്കളാണ്. ഞങ്ങൾ 4 പേരെയും കൊണ്ട് അമ്മ പള്ളിയിൽ വരുമായിരുന്നു അന്നത്തെ കാലം ഞങ്ങളുടെ കൊച്ചു പ്രായത്തിൽ. പിന്നെ കുറച്ചൊക്കെ ഞങ്ങൾ 60 വന്നപ്പോഴത്തേക്ക് വീട്ടിലെ ദാരിദ്ര്യവും കാര്യങ്ങളും ഒക്കെ ആയി അമ്മ മറ്റു ജോലിക്ക് പോകാൻ തുടങ്ങി. അതിനുശേഷവും ഞങ്ങൾ പള്ളിയിൽ നിന്നും മുടങ്ങിയിട്ടില്ല. വേദവിശുദ്ധ ക്ലാസ്സിലായാലും പള്ളിയിലായാലും സമയങ്ങളിലെല്ലാം പോയിക്കൊണ്ടിരുന്നു. എല്ലാം ദൈവകൃപ. അതിന് ശേഷവും ഗൾഫിൽ ഞാൻ ബോംബെയിലും 2-3 വർഷം ജീവിച്ചു. അവിടെയും പള്ളി ഉണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ. അവിടെയും പോകാൻ പറ്റി. അതുപോലെ ഗൾഫിൽ ചെന്നിടത്തും അവിടെയും പള്ളി ഉണ്ടായിരുന്നു. അവിടെയും ഇന്ന് വരെയും പള്ളിയിൽ പോക്കിൻ്റെ കാര്യത്തിൽ ഒന്നും മുടക്കമില്ല. ദൈവാനുഗ്രഹത്താൽ അങ്ങനെ ഒരു സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ട്. 1990 കുവൈറ്റ് സദാം ഹുസൈൻ പിടിക്കുന്ന സമയത്തുണ്ട് ഞങ്ങൾ കുവൈറ്റിലേക്ക് പോകേണ്ടി വന്നു. അവിടെ പിടിച്ചതിന് ശേഷമാണ് അവർ തിരിച്ച് പിടിച്ചു. കുവൈറ്റ് പിടിച്ചതിന് ശേഷം ഞങ്ങൾ കുവൈറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഡോക്കിൽ ഈ കംപ്ലീറ്റ് കപ്പലുകളും ചെറിയ ബോട്ടുകളും എല്ലാം കൊണ്ട് അടിച്ച് താത്തിട്ടിരിക്കുകയായിരുന്നു. അവിടെ ഞങ്ങൾ പൊക്കിക്കൊടുക്കിയിരുന്ന സമയത്തുണ്ട് എല്ലാം ഓരോരോന്നും പൊക്കി വലിയ ക്രെയിനുമായിട്ടാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. ഓളുള്ള ഭാഗം ഞങ്ങളുണ്ട് പൊക്കിയെടുക്കും. എടുത്തതിന് ശേഷം കൊണ്ട് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഓളുള്ള ഭാഗം റിപ്പയർ ചെയ്തിട്ട് വീണ്ടും കടലിടുകയോ അല്ലെങ്കിൽ കരക്കയറ്റുകയോ ചെയ്യും. അങ്ങനെ ഞങ്ങൾ റിപ്പയർ ചെയ്യുന്ന സമയത്തുണ്ട് വെൽഡിങ്ങും കട്ടിങ്ങും ചെയ്യുന്ന സമയത്തുണ്ട് ഒരു ബുള്ളറ്റ് പൊട്ടിയിട്ട് തെറിച്ചിട്ട് എൻ്റെ കാലിൻ്റെ എല്ലാം കൊണ്ട് തുളച്ച് കയറി. ഉടൻ തന്നെ അവിടുത്തെ സൈനിക ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോവുകയും അവിടെ എല്ലാം നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അവർ തന്നെ സെപ്റ്റിക് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം പറഞ്ഞു വിടുകയും ചെയ്തു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ 3 തവണ കുവൈറ്റിലേക്ക് പോകാൻ പറ്റി ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം. അവിടുത്തെ ഇത് വേണ്ടി അവരൊന്നും ഞങ്ങൾക്ക് അന്ന് ആ സമയങ്ങളൊന്നും പുറത്തു പോകാനുള്ള അനുവാദമില്ല. മിലിറ്ററിയുടെ ക്യാമ്പിലായിരുന്നു ഞങ്ങളുടെ താമസം. കുവൈറ്റ് വാറിൻ്റെ സമയം എന്ന് പറയുന്നത് ബെർലിൻ എല്ലായിടത്തും സൈറൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് വരുന്നതെന്ന് അവർക്ക് മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ സൈറൻ തരും. അതുപോലെ സദാം ഹുസൈൻ കെമിക്കൽ അടിക്കുമെന്നുള്ളൊരു പേടിയായിരുന്നു എല്ലാ മനുഷ്യരുടെ കയ്യിലും എല്ലാ ജോലിക്കാരുടെ കയ്യിലും അന്നത്തെ കാലം മാസ്ക് കൊണ്ട് നടക്കുമെന്ന് ഉണ്ടായിരുന്നു, വലിയ മാസ്ക്. ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാധാരണ പേപ്പർ മാസ്കോ അല്ലാതെ തുണി മാസ്കോ അല്ലാതെ
ഫിൽറ്ററൊക്കെ ഉള്ള വലിയ മാസ്കാണ്. ആ മാസ്ക് ഉപയോഗിച്ചാണ് എപ്പോഴും ഒരാളുടെ കയ്യിൽ അന്ന് കാണുമായിരുന്നു. എവിടെ പോയാലും സൈറൻ എവിടെ കേൾക്കുന്നു അടുത്തേക്ക് എവിടെയെങ്കിലും ഓടി അടുത്തുള്ള വീട്ടിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഭാഗത്തേക്കോ ഓടി കയറിക്കണമെന്നൊരു നിയമമായിരുന്നു. ഞങ്ങളുടെ കമ്പനിയിലായിരുന്നു ജോലി ചെയ്യുന്ന സമയത്തുണ്ട് ഇതുപോലെ സൈറൻ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഓടി അവർക്ക് ഒരു ബങ്കർ, ഞങ്ങൾക്കൊരു ബങ്കർ ഭാഗം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ ഓടി കയറിക്കണം. അതുപോലെ തന്നെ പുറത്ത് പോകണമെങ്കിൽ അവിടെ ആഹാര സാധനങ്ങളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഞങ്ങൾ യുദ്ധമായ സമയത്ത് ഈ യുദ്ധം നടക്കുന്ന സമയം നമ്മുടെ കമ്പനി മുതലാളി പറഞ്ഞ്, ഞാൻ ബാങ്കിലുള്ള പൈസ എല്ലാം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല. അന്ന് എല്ലാ വലിയ മുതലാളിമാരും നാട് വിട്ട് എന്ന് വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മുതലാളി പറഞ്ഞിരുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, നിങ്ങളുടെ കാശും ഞാൻ ബാങ്കിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, അതുപോലെ എല്ലാ ആഹാര സാധനങ്ങളും ഞങ്ങൾക്ക് ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു നല്ല മനുഷ്യനായിരുന്നു ഞങ്ങളുടെ മുതലാളി. യുദ്ധസമയങ്ങളിൽ നമ്മളത് അനുഭവിച്ചതിൽ കൂടുതൽ വേദനയാണ് നാട്ടിലെ ആൾക്കാർ അനുഭവിക്കുന്നത്. ഗൾഫ് രാജ്യത്തെ എപ്പോഴും എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ ആ രീതി. വിശേഷിച്ചുള്ള പേടിയെന്ന് പറഞ്ഞത് കെമിക്കലാണ്. സദ്ദാം ഹുസൈൻ്റെ കയ്യിലും ശക്തമായ കെമിക്കൽ ശേഖരണമുണ്ട്. അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഗൾഫ് രാജ്യം മൊത്തം നശിക്കും, ആ രീതിയായിരുന്നു. കുടുംബത്തിൻ്റെയും നാടിൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥനയാണ് അതിൽ നിന്നെല്ലാം വിമുക്തി നേടിയത്. സദ്ദാം ഹുസൈനെ പുറത്താക്കി പിടിച്ചെടുത്തപ്പോൾ നോക്കിയപ്പോഴും അവിടെ ഒരു കെമിക്കലും ഇല്ല, ഒന്നുമില്ലായിരുന്നു. വെറുതെ അത് ഹിമവന്തിയായിരുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ബഹ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനെ പോലെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ ആരാധനാലയങ്ങളിലെല്ലാം നമുക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യം. അവിടെ ഉള്ളവരാരും ഒരിക്കലും ഇച്ഛപ്പോന്ന് നമ്മളെ ആരെയും ഇതുവരെയും പറഞ്ഞിട്ടില്ല. വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നമ്മൾ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്കാണ് മാറ്റുന്നത്. അവിടെ ആണെങ്കിൽ ഏതാണ്ട് ഇങ്ങനെ പോയാലും ഒരു 10 ലക്ഷം ആളിന് ഇരിക്കാൻ പറ്റുന്ന ഗ്രൗണ്ടുകളാണ് സ്കൂളിനുള്ളത്. സീക്രട്ട് ഖാസ് സ്കൂൾ എന്ന് പറഞ്ഞതിൻ്റെ ഗ്രൗണ്ടിൽ ഒരു 10 ലക്ഷം ജനങ്ങൾക്ക് ഇരിക്കാം. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഉള്ള ആൾക്കാർ അവിടെ ഈ ക്രിസ്മസിനായാലും നമ്മുടെ ദുഃഖവെള്ളിയാഴ്ച അതുപോലെ തന്നെ ഈസ്റ്ററിൻ്റെ പൂജയ്ക്ക് ഇതിലെല്ലാം അവിടെ തഴിച്ചു വിടുന്നുണ്ട്. അന്നെല്ലാം നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി 4 ചുറ്റും പട്ടാളക്കാവലുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിനെയൊക്കെ സുരക്ഷിതമായ ഒരു സ്ഥലമാണ് ബഹ്റിൻ. നമ്മളൊക്കെ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. അവിടെ സന്തോഷത്തോടെ ജീവിക്കുക. അവിടെയുള്ള ജനങ്ങളും നമ്മളോട് വളരെ സന്തോഷത്തോടെയാണ് പെരുമാറുന്നത്. ചെറുപ്പകാലത്തിൽ എനിക്ക് ബൈബിൾ വായിക്കുന്ന ശീലമില്ലായിരുന്നു. പക്ഷേ ഗൾഫിലെത്തിയതിന് ശേഷമുണ്ട് എല്ലാ ദിവസവും കുളി കഴിഞ്ഞ് വന്നാൽ ഒരു അധ്യായം വായിച്ചിട്ട് ശേഷമേ ഞാൻ മറ്റു ജോലികളും ചെയ്യാറുള്ളായിരുന്നു. അതിൽ എനിക്ക് ഒരു വലിയ സംതൃപ്തിയാണ് കിട്ടുന്നത്. അതിന് ബൈബിൾ മൊത്തം ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ശീലം എൻ്റെ ജീവിതത്തിൽ ഇന്നും ഞാനിവിടെ നാട്ടിൽ വന്നതിന് ശേഷവും ബൈബിൾ എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്. ആ ഒരു ശീലം ഇന്നും നിലനിർത്തുന്നുണ്ട്. കുവൈറ്റ് വാർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ കമ്പനിയുടെ സാധനങ്ങൾ ക്രെയിനും വലിയ ബാർജുമായിട്ട് ഞങ്ങളിങ്ങനെ ബഹ്റിനിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു. വരുന്ന സമയത്തുണ്ട് ഞങ്ങളുടെ ഷിപ്പാണ് ഈ വലിയ ബാർജിനെ വിളിച്ചുകൊണ്ട് വരുന്നത്, ക്രെയിൻ ബാർജിനെ. ഇടയ്ക്ക് വെച്ച് നോക്കുമ്പോൾ ഉണ്ട് ക്രെയിൻ ബാർജിനെ കാണുന്നില്ല. കാണാതിരുന്ന് നോക്കുമ്പോൾ ഉണ്ട് കപ്പൽ തനിയെ ഓടിപ്പോവുകയാണ്. ക്യാപ്റ്റൻ പോലും ഇത് അറിയുന്നില്ല. പിന്നെ കപ്പൽ തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ വരുന്ന ഭാഗങ്ങളിലെല്ലാം ഓയിൽ ബെല്ലാണ്, ഓയിലെടുക്കുന്ന സ്ഥലങ്ങളാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഓയിൽ ചെന്ന് തട്ടിക്കഴിഞ്ഞാൽ കോടാനകോടി ഡോളർ കൊടുക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഞങ്ങളെല്ലാവരും പിടിച്ച് അവരകത്താക്കും. ആ ഒരു ഭയ സമയത്തുണ്ട് ഞങ്ങൾ ദൈവത്തോട് വിളിച്ചിട്ട് ബൈബിളെടുത്ത് വായിച്ചപ്പം പ്രത്യാശയുള്ള ഒരു വായനമാണ് കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളുടെ ബാർജ് ഞങ്ങൾക്ക് തിരിച്ച് കിട്ടി. എവിടെ വെച്ച് പൊട്ടിപ്പോയോ അതേ സ്പോട്ടിൽ തന്നെ
രണ്ട് സൈഡിലുള്ള ഒരു ഓയിൽ വെല്ലിലും തട്ടാതെ ദൈവകൃപയാൽ ഞങ്ങൾക്കിടെ ബാർജ് തിരിച്ചു കിട്ടി. ഞങ്ങൾ സുരക്ഷിതരായി ബെഹ്റിനും തിരിച്ചെത്തി. അത് കിട്ടിയില്ലായിരുന്നു, ഏതെങ്കിലും ഓയിൽ വെല്ലിൽ തട്ടിയിരുന്നു എങ്കിലും ഞങ്ങളെല്ലാം ഇന്നും അകത്ത് കിടന്നേനും, ജയിലിനകത്തായിരിക്കണം, സൗദിക്കകത്ത്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവമായ കർത്താവിന്. അന്ന് ഞങ്ങൾ, എൻ്റെ കൂടെ ഹൈന്ദവരായ പിള്ളേരും ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് കഴിഞ്ഞിട്ട് പറയുന്നത്, ചേട്ടാ ഇതുപോലെ തന്നെ നമ്മുടെ ബൈബിളൊന്ന് തുറന്ന് നോക്കുക. ബൈബിൾ ഞങ്ങൾ തുറന്നപ്പോൾ പ്രത്യാശ നൽകുന്ന ഒരു വചനമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്, ദൈവം തന്നത്. അതിനനുസരിച്ച് അതിനെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ഞങ്ങളുടെ കപ്പൽ തിരിച്ചു വിടുകയും തിരിച്ച് ഓടി ഒരു 3 മണിക്കൂർ ഓടി കഴിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങൾ എവിടെ വെച്ച് പൊട്ടിപ്പോയോ ആ സ്ഥലത്തിൻ്റെ ആ കപ്പൽ ചാലിൽ തന്നെ ഞങ്ങളുടെ സാധനം, ഞങ്ങളുടെ ബാർജും ക്രെയിനും തിരിച്ചു കിട്ടി. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് സുരക്ഷിതമായി ബെഹ്റിനിലെത്തി. ആ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ നന്ദി.